ഈ സഭ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം. സംശയം ചോദിക്കാൻ അദ്ദേഹം സമയം തരാമെന്ന് പറഞ്ഞാണ്. അതിനകത്തൊരു പോയിന്റ് ഓഫ് ഓർഡർ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. സാർ, ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തീരുമാനിക്കാൻ ഞാൻ പറഞ്ഞു. അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങനെ അല്ല. 3 വർഷത്തിലധികമായി ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ കാര്യം വരുമ്പോൾ ഇതിന് കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ സമയത്തും വന്നതാണ്. ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം പറഞ്ഞാണ്. ചിലപ്പോൾ ഇച്ചിരി നികുതി വരുമാനം വരുമെന്നുള്ളതും കറക്റ്റാണ്. പക്ഷേ ഇതൊരു പുതിയ സെക്ടറാണ്, അത് കൊടുക്കാൻ പാടില്ല എന്ന് ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് സാർ ഇത് കൊടുക്കാഞ്ഞത്. ശക്തമായ തീരുമാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് അത് കൊടുക്കാഞ്ഞത്. അല്ലാതെ വെറുതെ അല്ല. ഇലക്ഷൻ്റെ സമയം വേറത്തെ ഇലക്ഷൻ വന്നല്ലോ സാർ. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് ശരിയായില്ല സാർ. 2 കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. നേരത്തെ 2018-19 ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ കാര്യം പറഞ്ഞു. നേരത്തെയുള്ള ധനകാര്യമന്ത്രിയുടെ സമയത്താണ് ഗവൺമെൻറ്. സാർ, ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടാണ്. അപ്പോൾ അല്ലല്ല, ഇതിനകത്ത് അല്ലേ പോയിന്റ് ഓഫ് അല്ല. നിങ്ങൾ സി എം അഴകാന്ന് പറഞ്ഞു. അല്ലല്ല, സി എം അഴകാന്ന് പറഞ്ഞു. അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം, ഇവിടെ ഇല്ലാത്തൊരു കാര്യം പറ്റി പറയുമ്പോൾ അതങ്ങനെ പറയാമോ? അത് ഇത്രയും കാലം പറഞ്ഞില്ല. അതങ്ങനെ പറയുന്നത് ശരിയാണോ? ഈ സഭ അംഗീകരിച്ചു പോയതാണ്. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വളരെ വലിയ വില വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു പോയിന്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ അത് ശരിയാണോ? നേരത്തെ ഇവിടെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ 3-5-6 വർഷം മുമ്പ് അംഗീകരിച്ചൊരു ബഡ്ജറ്റിനകത്ത് ആ കാര്യം സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ശരിയാണോ? മൂന്നാമത്തെ കാര്യം പോയിന്റ് ഓഫ് ഓർഡറും സംശയമാണ്. ഇപ്പോൾ പോയിന്റ് ഓഫ് ഓർഡർ സംശയമാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പാസ്സാക്കിയാൽ ബഹുമാനപ്പെട്ട സി എം മുഖ്യമന്ത്രി ഇതൊരു സംശയമാണ്. സംശയമാണ്. ഇപ്പൊ പാസ്സാക്കിയാൽ സർ അങ്ങ് ക്ലാരിറ്റി തന്നാൽ മതി. ഇപ്പൊ നമ്മള് ഇവിടെ ഇത് പാസ്സാക്കുന്നു. ബക്കാഡിയുടെ കാര്യം അല്ലെങ്കിൽ ആ വീര്യം കുറഞ്ഞ മദ്യം സാർ, അത് പാസ്സാക്കിയാൽ അത് പിന്നീട് ചർച്ച ചെയ്തിട്ട് മാത്രം നടപ്പിലാക്കാൻ പറ്റുമോ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അപ്പൊ തൊട്ട് ഇത് ഇംപ്ലിമെന്റ് ആവില്ലേ സാർ? ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ ഇവിടെ സംസ്കൃതിയിലൊക്കെ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഇവിടെ ഇപ്പൊ ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ലേ? പിന്നെ നിങ്ങളുടെ UDF-ന്റെ മീറ്റിംഗ് കൂടി KPCC ഓഫീസിൽ പോയി ഇംഗ്ലീഷ് ഡൽഹി സംസാരിച്ച് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇത് എഫക്റ്റീവ് ആവത്തുള്ളൂ. ഈ സഭ ഇത് അംഗീകരിച്ചാൽ വിൽക്കാൻ പറ്റില്ലേ? അത് അങ്ങ് പറഞ്ഞു വിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ UDF-ന്റെ നയമെടുത്തേ വിൽക്കുന്നു. സാർ, ഇത് ഞങ്ങൾ പാസ്സാക്കുന്നു, വിൽക്കാൻ പറ്റും മനസ്സിലാക്കുന്നു. വിൽക്കാൻ പറ്റുമോ? അതേ ഉള്ളൂ. അതിന്റെ സാങ്കേതികമായ കാര്യമാണ് പറയേണ്ടതാണ്. മതി, സഭയുടെ അവകാശമാണല്ലോ. അടുത്ത് പറയാനിരുന്ന സെന്റൻസ് കൂടി അങ്ങ് കേൾക്കാനായിട്ട് സമയമെടുക്കാതെ നേരത്തെ ഇത് ചോദ്യം ചോദിച്ചുകൊണ്ട് ഇവിടെ ബജറ്റ് പാസ്സാക്കുകയല്ല. ഇവിടെ ഇപ്പോൾ ചർച്ചയിൽ വന്നു. ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉപക്ഷേപം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാം. അതോടുകൂടി ഉപക്ഷേപം അംഗീകരിക്കും. അതിനുശേഷമുള്ള നമ്മളുടെ പ്രോസസ്സ് അനുസരിച്ചുള്ള നടപടിക്രമം പോകും. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ബജറ്റ് പാസ്സാക്കുകയല്ല. ഇനി ഡിമാൻഡുകൾ വരികയാണ്, ചർച്ചകൾ വരികയാണ്. അവിടെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് അങ്ങയുടെ ആ ക്രമപ്രശ്നം നിലനിൽക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ചട്ടം താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിനുള്ള ഉപക്ഷേപം സാർ, നിയമസഭാ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 142 പ്രകാരം ബജറ്റ് ചർച്ചയുടെ അവസാനം ധനാഭ്യർത്ഥനകൾ ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും റിപ്പോർട്ടിനും വേണ്ടി അയച്ചു കൊടുത്തിരിക്കണമെന്ന നിബന്ധനയുണ്ട്. 2026-27 ബജറ്റ് ചർച്ച പൂർത്തിയാക്കി ധനാഭ്യർത്ഥനകൾ സബ്ജക്റ്റ് കമ്മിറ്റികൾക്ക് അയക്കുകയും അതിൻ്റെ റിപ്പോർട്ട് 2026 ഫെബ്രുവരി 23 സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ 2026-27 പുതുക്കിയ ബജറ്റ് നടപടിക്രമം പൂർത്തിയാക്കുന്നതിനായി ചട്ടം 142 പൂർണ്ണമായും 143 ഭാഗികമായും താൽക്കാലികമായി റദ്ദ് ചെയ്യണമെന്ന നിർദ്ദേശം 2026 മെയ് 29 ചേർന്ന കാര്യോപദേശക സമിതി അംഗീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ നിയമസഭാ ചട്ടം 142, 236 എന്നിവ പൂർണ്ണമായും ചട്ടം 143 ഭാഗികമായും ഇക്കാര്യത്തിനായി താൽക്കാലികമായി റദ്ദ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കുന്നു. അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിക്കുകയാണ്. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും ജൂൺ 29 തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും ചേരുന്നതാണ്.